13,870 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് നമ്മൾ നൽകേണ്ട വില. ഒരു പവൻ വരുമ്പോൾ അത് 1,10,960 രൂപയാണ് ഇന്നത്തെ വില. വെറും ഒരു ദിവസം കൊണ്ട് പവന് 1,560 രൂപയുടെ വർധനവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ വൈകുന്നേരം സ്വർണം വാങ്ങാൻ തീരുമാനിച്ചിട്ട് ഇന്ന് കടയിലേക്ക് പോകാമെന്ന് കരുതിയ ഒരാളുടെ അവസ്ഥ. ഒറ്റ രാത്രി കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എവിടെയാണ് ഇതിന്റെ ഒരവസാനമെന്ന്. സത്യം പറഞ്ഞാൽ ഈ വിലക്കയറ്റം വെറുമൊരു പ്രാദേശിക പ്രതിഭാസമല്ല, ആഗോള വിപണിയിൽ നടക്കുന്ന വലിയ ചില ചലനങ്ങളുടെ പ്രതിഫലമാണ് ഇപ്പോൾ കേരളത്തിലെ ഈ ബോർഡ് റേറ്റിലും കാണുന്നത്. സ്വർണ്ണവില കൂടുമ്പോൾ നമ്മൾ സാധാരണയായി പറയുന്നത് ഡോളർ ദുർബലമായി എന്നാണ്, അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടെന്ന്. പക്ഷേ അതിനപ്പുറവും ചില കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങൾക്കായി ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുകയാണ്. പലിശ നിരക്കുകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന പേടി നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. സുരക്ഷിതമായ ഒരിടം തേടിയുള്ള ഈ നെട്ടോട്ടമാണ് വിലയെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ മാസം തുടക്കം മുതൽക്കേ ഒരു കയറ്റത്തിന്റെ ലക്ഷണങ്ങൾ സ്വർണം കാണിക്കുന്നുണ്ടായിരുന്നു. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില പവന് 1,00,000-അടുത്തായിരുന്നു നിന്നിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ പവന് 1,10,000 കടന്ന് മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. സ്വർണം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് വെറുമൊരു ആഭരണമല്ല, അതൊരു വലിയ സാമ്പത്തിക സുരക്ഷയാണ്. ഒരിടത്തരം കുടുംബമായാലും ബിസിനസ് ചെയ്യുന്ന ഒരാളായാലും ഒരു അത്യാവശ്യം വന്നാൽ ആദ്യം നോക്കുന്നത് കയ്യിലുള്ള സ്വർണത്തിലേക്കാണ്. പക്ഷെ വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഈ വിലക്കയറ്റം വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. മകളുടെ കല്യാണത്തിന് സ്വർണം കരുതി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനെ സംബന്ധിച്ച് ഓരോ ദിവസത്തെയും ഈ 1,500 രൂപയുടെ വർധനവ് വലിയൊരു ബാധ്യത തന്നെയാണ്. സ്വർണ്ണവില കൂടുന്നത് വെറും ഗ്രാമിന്റെയും പവന്റെയും കണക്കല്ല, നമ്മുടെ മാസ ബജറ്റിലെ കൃത്യമായ കണക്കുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റും ഉണ്ട്. വില കൂടുമ്പോൾ എല്ലാവരും സ്വർണം വാങ്ങുന്നത് നിർത്തുകയാണ് ചെയ്യുന്നത്. അല്ല എന്നതാണ് വാസ്തവ. ഇനിയും വില കൂടുമോ എന്ന പേടിയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. ഒരു വശത്ത് ഡോളറിന്റെ മൂല്യം മാറുമ്പോൾ മറുവശത്ത് സ്വർണം ഉയരുന്നു. നമ്മൾ ഈ കാണുന്ന വർധനവ് വെറും ഒരു തുടക്കം മാത്രമാണോ അതോ ഇതൊരു കുമിളയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിപണിയിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണം അതിന്റെ തിളക്കം നിലനിർത്തും. സ്വർണത്തോടൊപ്പം തന്നെ വെള്ളിയുടെ വിലയും ശ്രദ്ധിക്കണം. ഗ്രാമിന് 265 രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. സ്വർണത്തിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായും വെള്ളിക്കും ആ ഡിമാൻഡ് വരുന്നുണ്ട്. സാധാരണഗതിയിൽ സ്വർണ്ണവില കൂടുമ്പോൾ ആഭരണ വിപണിയിൽ ഒരു മന്ദത വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. ആളുകൾ സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും സ്വർണത്തിലേക്ക് മാറാനാണ് താല്പര്യപ്പെടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ബാക്കി പത്രമാണ്. പവന് 1,10,000 കടക്കുമ്പോൾ പണിക്കൂലിയും GSTയും എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു പവൻ സ്വർണം കയ്യിൽ കിട്ടണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏകദേശം 1,20,000 രൂപയ്ക്ക് അടുത്ത് വരും. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു തുകയാണ്. മുമ്പ് പവൻ വാങ്ങാൻ പ്ലാൻ ചെയ്തവർ ഇപ്പോൾ ഗ്രാം കണക്കിന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവർക്ക് ഇത് വലിയ ലാഭമായി തോന്നാം. പക്ഷെ ഒരു ആവശ്യം കഴിഞ്ഞ് അത് തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും നമ്മൾ കണക്കിലെടുക്കണം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പണപ്പെരുപ്പം. ലളിതമായി പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നത് തന്നെ ഈ പണപ്പെരുപ്പത്തിന് എതിരെ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമായിട്ടാണ് ലോകം മുഴുവൻ സ്വർണത്തെ കാണുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വരെ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. അവർ സ്വർണം വാങ്ങുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടും. അതിന്റെ ഭാരം കേരളത്തിലെ സാധാരണക്കാരന്റെ പോക്കറ്റിലും എത്തും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഇവിടെ നിലനിർത്തേണ്ട ഒരിടമുണ്ട്. ഈ വിലക്കയറ്റം ഇങ്ങനെ തന്നെ തുടരുമോ അതോ ഈ ഒരു തിരുത്തൽ വരുമോ? വിപണിയിലെ വിദഗ്ധർ പറയുന്നത് വലിയൊരു മുന്നേറ്റത്തിന് ശേഷം ചെറിയൊരു കുറവ് വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്നാണ്. പക്ഷെ അത് എപ്പോഴായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ വില നിലവാരം കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നതിന് പകരം ചെറിയ രീതിയിൽ വാങ്ങി തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, സ്വർണ്ണവിലയിലെ ഈ മാറ്റങ്ങൾ വെറും ഒരു വാർത്ത മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഓരോ ഗ്രാമിനും കൂടുന്ന 195 രൂപ പോലും നമ്മുടെ സമ്പാദ്യത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിപണിയിലെ ഓരോ ചലനവും കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സ്വർണമെന്നും മലയാളിയുടെ വികാരമാണ്. ആ വികാരം ഇപ്പോൾ വിലയുടെ കാര്യത്തിൽ വലിയൊരു കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിപണി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ സ്വർണ്ണത്തിളക്കം ഇനിയും കൂടുമോ അതോ ഒന്ന് മങ്ങുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഈ വീഡിയോ ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുടെ നിർദ്ദേശം തേടുക.